കാറിന്റെ ചില്ല് തകർത്ത് 40.25 ലക്ഷം രൂപ കവർന്നെന്ന പരാതി ഭാര്യ പിതാവിന്റെ പണം തട്ടാൻ മരുമകൻ നടത്തിയ കവർച്ചാ നാടകമെന്ന് തെളിഞ്ഞു. സംഭവത്തിൽ കുറ്റിക്കാട്ടൂർ ആനക്കുഴിക്കര മാരി കോളനി നിലം റഹീസ്, കൂട്ടാളികളായ കുറ്റിക്കാട്ടൂർ ആനക്കുഴിക്കര സ്വദേശി സാജിദ്, പൂവാട്ടുപറമ്പ് സ്വദേശി ജംഷീദ് എന്നിവരെ മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തു. റഹീസിന്റെ ഭാര്യയുടെ പിതാവ് ബംഗളൂരുവിൽ മാനേജറായുള്ള സ്ഥാപനത്തിൽ നിന്ന് കേരളത്തിലെ ശാഖകളിലേക്ക് കൊടുക്കാൻ 40 ലക്ഷം രൂപ നൽകിയിരുന്നു. ഈ തുക ബിസിനസ്സുകാരനായ റഹീസ് സ്വന്തം ആവശ്യങ്ങൾക്കായി ചെലവഴിച്ചു. പണം ആവശ്യപ്പെട്ടപ്പോൾ കൊട്ടേഷൻ നൽകി കവർച്ചാ നാടകം നടത്തി. പണം ആവശ്യപ്പെട്ടപ്പോൾ തിരികെ കൊടുക്കാനില്ലാതെ വന്നതോടെയാണ് 90,000 രൂപയ്ക്ക് 2 പേർക്ക് കൊട്ടേഷൻ നൽകി കവർച്ചാ നാടകം നടത്തിയത്. പൂവാട്ടുപറമ്പിൽ സ്വകാര്യ ആശുപത്രിയുടെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട കാറിന്റെ ഡിക്കിയിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ 40 ലക്ഷം രൂപയും 25,000 ഡാഷ്ബോർഡിലും സൂക്ഷിച്ചെന്നാണ് റഹീസ് പോലീസിനോട് പറഞ്ഞത്. സ്കൂട്ടറിലെത്തിയ 2-അംഗ സംഘം ഡ്രൈവർ സീറ്റിനോട് ചേർന്നുള്ള ചില്ല് തകർത്ത് കവർച്ച നടത്തുന്നത് CCTV ദൃശ്യങ്ങളിലും കാണാം. പക്ഷേ റഹീസ് പറഞ്ഞ പ്രകാരമാണ് കൊട്ടേഷൻ സംഘം കാറിന്റെ ചില്ല് തകർത്തതെന്ന് പിന്നീട് അന്വേഷണത്തിൽ തെളിഞ്ഞു. 40 ലക്ഷം രൂപയ്ക്ക് പകരം ചാക്ക് നിറയെ പേപ്പർ കുത്തിനിറച്ചു. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത സ്കൂട്ടറിലാണ് ചാക്കുമായി സംഘം രക്ഷപ്പെട്ടത്. CCTV ദൃശ്യങ്ങളിൽ സ്കൂട്ടറിനെ കുറിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സാജിദിനെയും ജംഷീദിനെയും അറസ്റ്റ് ചെയ്തത്. ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് കവർച്ചയ്ക്ക് പിന്നിലെ നാടകം തെളിഞ്ഞതെന്ന് മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ A. ഉമേഷ് പറഞ്ഞു.